നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സത്യവിശ്വാസികളെ, നാം ഒരു പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ പടിവാതിൽക്കലാണ്. ഈ പുതിയ അധ്യയന വർഷം സർവത്ര വിജയങ്ങളുടെയും വർഷമാവട്ടെ എന്ന് നമുക്ക് അല്ലാഹുവിനോട് തേടാം. അറിവിന്റെയും തിരിച്ചറിവിന്റെയും ഉറവകളിൽ നിന്ന് ദാഹമകറ്റുവാനായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വാതിലുകൾ തുറക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് നീ അറിവിൽ വർധനവ് നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്. അറിവന്വേഷിക്കുക എന്നത് മനുഷ്യന് താൽപ്പര്യമുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനാധ്വാനം ചെയ്യേണ്ടതുമായ സവിശേഷമായ കർമ്മമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്: ഏതൊരാൾ ഏതെങ്കിലും അറിവന്വേഷിച്ച് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിന്റെ വഴികളിൽപ്പെട്ട ഒരു വഴിയിൽ പ്രവേശിപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു അറിവ് എന്നാണ് ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒരാൾ നല്ല ഉദ്ദേശത്തോടെ അറിവിന്റെ വിവിധ മേഖലകളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് എന്നാണ്. അത് വിശുദ്ധ ഖുർആനാവാം, ഹദീസാവാം, ഭാഷാപഠനമോ സാഹിത്യമോ ഫിലോസഫിയോ വൈദ്യശാസ്ത്രമോ എഞ്ചിനീയറിംഗോ തുടങ്ങി മറ്റേതുമാവാം. നല്ല ഉദ്ദേശത്തോടെ അത് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ അധ്വാനത്തിന് അല്ലാഹു അവന് നന്മ പ്രതിഫലം നൽകും. അല്ലാഹുവിങ്കൽ അവന്റെ പദവികൾ ഉയർന്നു നിൽക്കുകയും ചെയ്യും. കാരണം അറിവന്വേഷണത്തിലൂടെയാണ് സമൂഹങ്ങൾ പുരോഗതി നേടുന്നത്, നാഗരികതകൾ രൂപപ്പെട്ടത്, നേട്ടങ്ങൾ സാധ്യമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ അറിവ് പഠിക്കുക വഴി നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് ആരാധന ചെയ്യുകയാണെന്നും അതുവഴി നിങ്ങൾക്കും സമൂഹത്തിനും നേട്ടമുണ്ടെന്നും നിങ്ങളുടെ രാജ്യത്തിന് പുരോഗതിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അറിവ് ചെറുപ്പത്തിൽ നിങ്ങളെ നല്ല വഴിയിൽ നടത്തുന്നു. എന്നാൽ നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്കത് ഉന്നതമായ സ്ഥാനം നൽകുകയും നിങ്ങളുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുകയും മികച്ചതാക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിനെ ആരാധിക്കുന്നതിനും മറ്റുള്ളവരുമായി നന്നായി പെരുമാറുന്നതിനുമുള്ള ഏറ്റവും മഹത്തരമായ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അറിവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. അറിവിന്റെ മാർഗത്തിലേക്കു നിങ്ങളെ വഴി നടത്തുന്ന അധ്യാപകരെ നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുക. അവരുടെ അധ്വാനങ്ങളെ നിങ്ങൾ വിലമതിക്കുക. കാരണം അവർ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. തിന്മയുടെ കൂട്ടുകാരെ നിങ്ങൾ കരുതിയിരിക്കണം. അറിവില്ലായ്മയുടെയും പരാജയത്തിന്റെയും അന്ധകാരങ്ങളിലേക്ക് നിങ്ങൾ അവരോടൊപ്പം എങ്ങനെയാണ് നടന്നുപോവുക? നിങ്ങൾ ഓരോരുത്തരും ആരുമായൊക്കെയാണ് കൂട്ടുകൂടുന്നതെന്നും സഹവസിക്കുന്നതെന്നും നന്നായി വിചിന്തനം ചെയ്തുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, വരും തലമുറയെ നന്നായി വളർത്തുന്നതിനെക്കുറിച്ച് നാളെ നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഭരണീയരെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന പ്രവാചക വചനത്തിന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെ നന്മയുടെ വിളക്കുമാടങ്ങളാക്കി, മൂല്യങ്ങളുടെ കേന്ദ്രങ്ങളാക്കി, സ്നേഹവും പരസ്പര സഹകരണവും നിറഞ്ഞൊഴുകുന്ന ഇടങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേദിയായി വിദ്യാലയങ്ങൾ മാറിക്കൂടാ. വിദ്യാഭ്യാസ രംഗത്തെ എല്ലാത്തരം വഞ്ചനകളെക്കുറിച്ചും നിങ്ങളവർക്ക് മുന്നറിയിപ്പ് നൽകണം. വിദ്യാർത്ഥികളുടെ ഉത്തമ മാതൃകകളായി നിങ്ങൾ മാറണം. അങ്ങനെ നമ്മുടെ ഈ വിദ്യാഭ്യാസ വർഷം ഫലപ്രദവും സുരക്ഷിതവുമായി തീരേണ്ടതുണ്ട്. രക്ഷിതാക്കൾ ഉൾപ്പെടാതെ നമ്മുടെ വിദ്യാഭ്യാസ വൃത്തം പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ വിജയിപ്പിക്കുവാൻ രക്ഷിതാക്കൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ എന്തെല്ലാം പഠിക്കുന്നുവെന്ന് നാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് സഹായകമായ സാഹചര്യം നാം ഒരുക്കിക്കൊടുക്കണം. അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ അശ്രദ്ധരായിക്കൂടാ. അവർക്കുവേണ്ടി നാം ക്ഷമ കൈക്കൊള്ളണം. അങ്ങനെ പിന്നീട് അവരുടെ മികവിന്റെ പേരിൽ നമുക്ക് സന്തോഷിക്കാനാവണം. രാജ്യം അവരുടെ പുരോഗതി കാരണം ഉന്നതിയിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കണം. സർവോന്നതന്റെ സഹായം നമുക്കുണ്ടാവട്ടെ.